സുധിയേട്ടൻ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നെന്നറിഞ്ഞപ്പോ എനിക്കെന്തോ അസൂയ തോന്നി. ആ ബന്ധം ഞാൻ ഇടപെട്ട് ഇല്ലാതാക്കി. അപ്പോ ഒരു കൊച്ചു വില്ലത്തി കൂടിയാണല്ലേ? എനിവേ, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ടെൽ മീ. ഞാൻ വർഷ എന്ന പെണ്ണിനെ സുധിയേട്ടനിൽ നിന്ന് അകറ്റി. സുധിയേട്ടന്റെ അമ്മയ്ക്ക് ചികിത്സയ്ക്കുള്ള പണവും നൽകി. ആ സമയത്ത് വർഷയുടെ ബ്രദർ ഒരു മർഡർ കേസിൽ പെട്ട് ജയിലിലുമായി. വർഷയ്ക്ക് ആരുമില്ലാതെ. ഒരുപക്ഷെ അവളുടെ ശാപമായിരിക്കും ഞങ്ങളുടെ ജീവിതത്തെ തകർത്തത്. നോ, ഒരിക്കലുമില്ല. കേട്ടെടുത്തോളം സുധി എന്ന ആളിൻ്റെ അപകർഷതാബോധമായിരിക്കും വിനയായത്. എന്തായാലും ഇതൊക്കെ കൊണ്ടാണല്ലോ വീണ എനിക്ക് കിട്ടിയത്. വീണ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി മുതൽ ഞാനും വീണയും മാത്രം. നമ്മുടെ സ്വർഗത്തിൽ സുധിക്കോ വർഷയ്ക്കോ ഒരു സ്ഥാനവുമില്ല. നമ്മൾ മാത്രം. പിന്നെ നമ്മൾക്കുണ്ടാകാൻ പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ. ഞാൻ ആരെ? എന്താ? മുത്തിയേ, തേടിയ വള്ളി ദേ കാലേ ചുറ്റി. വള്ളി എങ്ങനെ കാലേ ചുറ്റും? വള്ളി വേരും എന്റെ കൊട്ടയിലിരിക്കയല്ലേ. മുത്തിയെ അന്വേഷിച്ച് നടക്കുമായിരുന്നു ഞാൻ. മലദൈവങ്ങളുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് മുത്തിയെ കാണാൻ പറ്റി. എന്നാത്തിനാ ഇപ്പൊ എന്നെ കണ്ടിട്ട്? കല്യാണം കഴിക്കാനാ? എന്നാ താമസിക്കണ്ട, ഇപ്പൊ തന്നെ കല്യാണം കഴിക്കാം. കൂടിയും വെച്ച് നമുക്കതിൽ താമസിക്കാന്നേ. അല്ല, മുത്തിക്ക് നിർബന്ധമാണെങ്കിൽ ആലോചിക്കാവുന്നുള്ളൂ. എന്താലോചിക്കാനാ? അല്ല, അന്തിക്കൂട്ടിന് മുത്തിക്കൊരാളുണ്ടാവുന്നത് നല്ലതല്ലയോ? മോശക്കോടമ്മാക്രി, അവന്റെ ഒരു മോഹം. എടാ, നിന്റെ തള്ളയുടെ പ്രായമല്ലേടാ എനിക്ക്. അയ്യേ മുത്തി, ഞാനൊരു തമാശ പറഞ്ഞതല്ലയോ. മുത്തി എന്ന് പറഞ്ഞാ കാടിന്റെ മുത്തി എന്നല്ലയോ. ദേ, മലദൈവത്തിന്റെ ചാറ്റുപാട്ട് ദിവസം മുത്തിക്ക് പുകയിലെയും വെറ്റിലയും കൊണ്ട് തരും. എന്നാത്തിനാ ഇപ്പൊ അങ്ങനെ ഒരു ശിങ്കാരം? അയ്യോ മുത്തി, ചിങ്കാരൊന്നും അല്ല, അതെന്റെ ഒരു വഴിപാടാ. പ്രായം തെളിഞ്ഞു നിൽക്കുമല്ലയോ ഞാൻ. എന്റെ കെട്ടുഭാഗ്യം തിലയാൻ മലദൈവത്താർക്കൊരു വഴിപാടുണ്ട്. കൂട്ടത്തിൽ മുത്തിക്കൊരു ദക്ഷിണയും, അത്രേ ഉള്ളൂ. ആളു മോശമല്ല. എന്നാത്തിനാ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കണേ? ഓ, എന്നാ പറയാനാ എന്റെ മുത്തി. ആ തെങ്ങുമൂട്ടി പീലിപ്പോച്ചായനുള്ള കാലത്ത് എനിക്ക് ഇച്ചിരി റബ്ബറും തേയിലയൊക്കെ ഉണ്ടായിരുന്നു. പീലിപ്പോച്ചായൻ ചത്തേ പിന്നെ എല്ലാവരും അതൊക്കെ അങ്ങ് കയ്യേറി. ഇപ്പതേ എനിക്കിച്ചിരി കാശൊക്കെ കിട്ടി, ബിസിനസ്സും തുടങ്ങി. അപ്പൊ ഒരാശ, ഇച്ചിരി സ്ഥലം വാങ്ങിച്ചാലോ എന്ന്. അല്ല, മുത്തി അറിഞ്ഞില്ലായോ ആ ചിന്നുവിന്റെ പേരിലുള്ള തറവാട്ട് പറമ്പ് വിൽക്കാൻ പോണ കാര്യം? അതെങ്ങനെ വിൽക്കും? അതിന് അവളുടെ അനുവാദം കൂടെ വേണ്ടേ? വേണം. പക്ഷേ അനുവാദം മാത്രം പോരാ, അവകാശത്തിനുള്ള രേഖകളും വേണ്ടായോ? അതൊക്കെ ആ സോനയുടെ മകൾ അമ്മുക്കുട്ടിയുടെ പേരിൽ ആ നീരേറ്റ കാരണവർ കൃഷ്ണപിള്ള എഴുതി വെച്ച് കളഞ്ഞില്ലായോ? അതിനിപ്പോ എന്ത് ചെയ്യുമെന്നാ? ചെയ്യാനൊന്നേ ഉള്ളൂ. ആ അമ്മുക്കുട്ടി പെണ്ണിനെ കണ്ടെത്തുക, എന്നിട്ട് ചിന്നുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാ. അതെങ്ങനെയാ കാര്യം എളുപ്പമാകുന്നേ? എന്റെ മുത്തി, ചിന്നുവിന് ആ രഹസ്യം അറിയത്തില്ല. അമ്മുക്കുട്ടിയുടെ എല്ലാ അവകാശവും ചിന്നുനാ. അങ്ങനെ ആ സോന മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചിരിക്കുന്നേ. നേരാണോടാ? അല്ല, താനൊരു നുണയനാണെന്നാ എല്ലാരും പറയണേ. നുണയാണെങ്കിതേ ഞാൻ കുരിശുമലയിൽ പോയി മുട്ടയിൽ അങ്ങ് ഇഴയാം. അല്ല പിന്നെ ആ അമ്മുക്കുട്ടിയെ ചിന്നുവിന്റെ അടുത്ത് എത്തിച്ചാ പിന്നെ കാര്യം എളുപ്പമായി.
അങ്ങ് എത്തിക്കോളും. താൻ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിയേരെ. ഇവിടെങ്ങാനും കറങ്ങി തിരിയണത് ആ കരുമനെങ്ങാനും കണ്ട തല വെട്ടിയെടുത്തു. പൊക്കോ. മുത്തി, ദേ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, മുത്തി ഒന്നും കേട്ടിട്ടുമില്ല. ആ, ഞാൻ പോവാന്നേ. ആ. അപ്പൊ അങ്ങനെയാണല്ലേ? ഇതിപ്പോ തന്നെ കരുമനോട് പറയാം. നോൺസെൻസ്. ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ നീ ഇങ്ങനെ ഓരോ ദുസ്വപ്നങ്ങൾ കാണുന്നത്. ആ സുധിയാണെങ്കിൽ നിന്നെ എന്നെ മറന്നു കാണും. അവനിപ്പം വർഷയുടെ ചെലവില് സുഖമായ ജീവിതമാണെന്നാ ആ മാത്യൂസ് ഇന്നാളും പറഞ്ഞത്. എല്ലാം മറക്കാൻ ശ്രമിക്കുന്നുണ്ട് വല്യമ്മേ, പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല. അജിത്തിനെ പോലെ മിടുക്കനായ ഒരു ആണിന്റെ കൂടെ കഴിയുമ്പോ നിന്റെ ഈ വിഷമമൊക്കെ മാറിപ്പോവും മോളെ. എനിക്ക് പേടി അതല്ല വല്യമ്മേ, എന്റെ ഈ സ്വഭാവ രീതികൾ അജിത്തിന് പിടിക്കില്ല. എത്ര മറക്കാനും വെറുക്കാനും ശ്രമിച്ചിട്ടും സുധേട്ടന്റെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. നീ ഇങ്ങനെ തുടങ്ങിയ കുറെ കഷ്ടമാ. എത്ര കഷ്ടപ്പെട്ടിട്ടാ നിന്റെ അമ്മ ഇങ്ങനെ ഒരു നല്ല ആലോചന കൊണ്ടുവന്നേന്ന് നിനക്കറിയുവോ? അജിത്തിന്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ ആ സുധിക്ക്? ഒന്നാന്തരം തറവാട്ടുകാര്, ഉയർന്ന ശമ്പളമുള്ള ജോലി, എല്ലാവിധ ആധുനിക സൗകര്യമുള്ള വീട്, പിന്നെ നല്ല പെരുമാറ്റവും സംസ്കാരവുമുള്ള പയ്യൻ. ഒരു ലഹരി സാധനം ഉപയോഗിക്കില്ല. എന്താ അവനൊരു കുറ്റം? ദേ മോളെ, ഇത് നിന്റെ മഹാഭാഗ്യമാ. നീ ആയിട്ടിത് തട്ടിക്കളയരുത്. ഞാനിന്ന് കൂട്ടുകാരിയെ കാണാനാണെന്ന് പറഞ്ഞ് സുധീഷേട്ടനെ കാണാനാ പോയത്. വല്യമ്മയോട് ഞാൻ നുണയാ പറഞ്ഞത്. ഓക്കെ, എന്തായാലും പോയല്ലോ, അത് കഴിഞ്ഞു. അതിനിപ്പോ അന്ന് ഞാൻ വളരെ ക്രൂരമായിട്ടാ സുധീഷേട്ടനോട് സംസാരിച്ച്. എന്നിട്ട് അങ്ങനെ സംസാരിക്കരുതായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുക. ഞാൻ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ സുധേട്ടന്റെ മുഖം വാടി. ആ മുഖത്ത് വളരെ സങ്കടം ഉണ്ടായിരുന്നു വല്യമ്മ. നിന്റെ കാര്യം കൊണ്ട് തോറ്റല്ലോ കുട്ടി. പശു ചത്തു മോരിലെ പുളി പോയെന്ന് പറഞ്ഞതുപോലെയാ നിന്റെ സുധിയുടെയും ബന്ധം. ഡൈവോഴ്സ് പെറ്റീഷൻ വരെ കൊടുത്തു, അടുത്തു തന്നെ ഡൈവോഴ്സും ആവും. നീ ഇനി ഇത് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരുന്നോ? ദേ, അവൻ നല്ല നാട്യക്കാരനാ. നിന്റെ മുമ്പിൽ സങ്കടം വിഷമമൊക്കെ കാണിച്ച് ആ അഴിഞ്ഞാട്ടക്കാരി വർഷയുടെ കൂടെ നടക്കുക അവൻ. ദേ, ഇനി അവന്റെ പേര് പോലും നീ ഓർക്കരുത്. ഇത്തരക്കാരെ എന്ത് വേഷം കെട്ടാനും മടിക്കില്ല മോളെ. അവർക്ക് പെണ്ണിന്റെ മനസ്സ് ഒരു പ്ലേ ഗ്രൗണ്ട് പോലെയാ, കളിച്ച് രസിക്കാൻ ഒരു സ്ഥലം. മോളെ, നീ ബുദ്ധിയുള്ള കുട്ടിയാ. എത്രയും വേഗം അജിത്തിന്റെയും നിന്റെയും കല്യാണം ഈ വല്യമ്മ രഹസ്യമായി നടത്തി തരും. ആരും അറിയാതെ നിങ്ങളെ രണ്ടുപേരെയും സിംഗപ്പൂരിലേക്ക് ഞാൻ കടത്തുകയും ചെയ്യും. അതുവരെ നീ നിന്റെ വല്യമ്മ പറയുന്നത് പോലെ അടങ്ങി ഒതുങ്ങി കഴിയണം. ആ പിന്നെ ഇനി മുതൽ നീ ഒറ്റയ്ക്ക് കിടക്കണ്ട. എന്റെ മുറി കിടന്നാ മതി. ഒരു ദുസ്വപ്നം നീ കാണത്തില്ല. ആ പിന്നൊരു കാര്യം, നീ ഇനി ഒരു കാരണവശാലും ആ സുധീഷിന് ഫോൺ ചെയ്യരുത്. അയാൾ വിളിച്ചാൽ ഒട്ടും എടുക്കുകയും ചെയ്യരുത്. പകരം നീ അജിത്തിന്റെ ഫോണിൽ വിളിച്ചോ. ഹലോ ഹലോ ഹലോ, ആരാ?
കതിര ഉറക്കാണോ? കുളിപ്പിച്ച് പാല് കൊടുത്തു, ഉടനെ ഉറങ്ങുകയും ചെയ്തു. ആ പിള്ളേര് വന്നേ പിന്നെ കതിരിനെ എന്റെ കയ്യിൽ കിട്ടാറേ ഇല്ല. എനിക്ക് പോലും അവനെ തരാറില്ല. അവരല്ലേ ഇപ്പൊ അവന്റെ അച്ഛനും അമ്മയും. എത്ര നാൾ വരെ ഇവിടെ താമസിപ്പിക്കാന്ന് അറിയില്ല. എവിടെ അവര്? അനക്കം കേൾക്കുന്നില്ല. അവരുറങ്ങി. കർത്താവ് യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അല്ല, രണ്ടാളും ഇപ്പൊ കെട്ട് കഴിഞ്ഞതുപോലുണ്ട്. സത്യം പറയാലോ കരുമ, നിങ്ങൾ രണ്ടാളും പിണങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് എന്ത് സങ്കടമായിരുന്നോ. ഇപ്പതേ ആശ്വാസമായി എനിക്ക്. എന്നിട്ടാണോ ചിന്നു പോയപ്പോ ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇവിടെ ദിവസം 2 നേരം കയറി ഇറങ്ങിയതും ഇവളെ പറ്റി ഇല്ലാത്ത നുണയൊക്കെ പറഞ്ഞുണ്ടാക്കിയതും? എന്റെ കരുമ, അതൊക്കെ നിന്നെ എരിവ് കയറ്റിയതല്ലയോ. അങ്ങനെ പറഞ്ഞപ്പോ പിണക്കം കൂടി, അങ്ങനെ പിണക്കം കൂടിയപ്പോ ഇഷ്ടവും കൂടി. അതല്ലയോ ഇപ്പൊ നിങ്ങൾ ഇത്ര സ്നേഹത്തോടെ കഴിയുന്നേ. സത്യത്തിൽ അതിന് കാരണക്കാരനാരാ? ഞാനല്ലയോ? എന്നാ പിന്നെ അതിനുള്ള സമ്മാനം ഇപ്പൊ തന്നെ അങ്ങ് തന്നേക്കാം. അയ്യോ, അതൊന്നും വേണ്ട. നിങ്ങൾ ഇങ്ങനെ പരസ്പര സ്നേഹത്തോടെ കഴിയണത് കണ്ടാ മതി. അല്ല, ആ പിള്ളേരെവിടെ പോയി? പിള്ളേരോ? ഏത് പിള്ളേര്? ഞങ്ങൾക്കൊരു മോനേ ഉള്ളൂ. അത് പിന്നെ എനിക്കറിയത്തില്ലയോ. ഞാൻ പറഞ്ഞത് മറ്റേ പിള്ളേരുടെ കാര്യാ. മറ്റേത് പിള്ളേര്? നിങ്ങൾ കാര്യം തെളിച്ചു പറ. അതെ, സോനയുടെ മകളും മറ്റേ പെണ്ണും രണ്ടും കടന്ന് ഇവിടെ എത്തിയെന്നാ ഞാൻ അറിഞ്ഞേ. എന്നാ ആ അറിവ് ശരിയല്ല. അവരിവിടെ എന്തിനു പറഞ്ഞു? അതാ ഞാനും ചോദിക്കുന്നേ. അവരെന്നാത്തിനാ കാട്ടിലേക്ക് പോരുന്നേ? അല്ല, പോരാനും മേലായികയില്ല. ചിന്നുവും കരുമനും ഇവിടെ അല്ലയോ. അപ്പൊ പിന്നെ ഇവിടെ എങ്ങാനും വന്നാ ആ ഭയങ്കരൻ ശ്യാം സാറിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി കാണും. അങ്ങനൊന്നും ആരും കരുതത്തില്ല. അവരിങ്ങോട്ട് വന്നിട്ടുമില്ല. എന്നാ അച്ചായ, ആ ശ്യാം പറഞ്ഞിട്ട് വന്നാണോ? എന്റെ പൊന്ന് കരുമ, ശ്യാം സാറും ഞാനും ഇപ്പൊ കീരിയും പാമ്പുവാ. ഞങ്ങൾ പിണങ്ങില്ലയോ? പച്ച നുണ. ചക്കരയുള്ളിടത്ത് ഈച്ചയുള്ളതുപോലെ കാശുള്ളിടത്ത് ഇച്ചാനും കാണും. ആ, അത് കറക്റ്റാ. ചിന്നുമോക്ക് ഈ അച്ചായനെ നന്നായിട്ട് അറിയാം. പക്ഷേ ഈ മാത്യൂസ് അച്ചായൻ അനീതിക്ക് കൂട്ടു നിൽക്കുകയല്ല. ചിന്നുമോൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കള് ശ്യാമും ആ പ്രദീപന്റെ ഭാര്യ അഞ്ജുവും കൂടി തട്ടിയെടുത്തു എന്നറിഞ്ഞപ്പോ സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് അങ്ങോട്ടൊരു ദേഷ്യ വന്നേ. ദേ, ആ പിള്ളേരെ കിട്ടിയ ആ ശ്യാം സാറ് ചിന്നുവിനുള്ള നീരേറ്റ് സ്വത്തിന്റെ രേഖകള് തിരികെ തരൂന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ പറഞ്ഞോ? അത് നന്നായി. ആ, എന്നാ പിന്നെ ആ പിള്ളേരെ കണ്ടുപിടിച്ചു തരാൻ ഞങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷെ ഒരു കാര്യം, കണ്ടുപിടിച്ചാലുടൻ ശ്യാമും ആ പ്രദീപിന്റെ ഭാര്യ എവിടെയുള്ളതെന്ന് എന്നെ അറിയിക്കണം. സത്യം പറഞ്ഞ കരുമ, അവരെവിടാണെന്ന് നിന്നെ പോലെ എനിക്കും അറിയത്തില്ല. ആ, ഏതെങ്കിലും ഫോണിൽ നിന്ന് ചിലപ്പോൾ എന്നെ വിളിക്കും. റബ്ബർ തോട്ടത്തിലോ പുഴക്കരയിലോ എവിടെയെങ്കിലും വരാൻ പറയും. അല്ലാണ്ട് അവരെവിടാന്ന് എനിക്കെങ്ങനെ അറിയാനാ? പക്ഷെ പിള്ളേരെ വേണമെങ്കിൽ അവരെവിടാന്ന് ഞാൻ അറിഞ്ഞേ പറ്റൂ. എന്നാ പിന്നെ ഞാൻ അത് രഹസ്യമായി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. തൽക്കാലം നീ പിള്ളേരെ കൊണ്ടുപോവാ. എനിക്കറിയാം നീ ആരാ പുള്ളി. പിള്ളേരെ നീ അക്കരക്കാട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? മതി ചായ. കരുമൻ പറഞ്ഞത് കേട്ടല്ലോ. ആ ശ്യാമും അഞ്ജു എവിടെയാണെന്ന് ആദ്യം പറ. ഹോ, ഈ അച്ചായന് മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാലോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. എന്നാ അച്ഛനങ്ങ് ചെന്നാട്ടെ. അപ്പൊ പിന്നെ ഇനി നിന്നാ ശരിയാവുകയല്ല. കരുമ, കുഞ്ഞുങ്ങൾ ഇവിടെയുള്ള കാര്യം അയാൾ അറിഞ്ഞെന്നാ തോന്നുന്നേ. അത് അപകടോ.